നമ്മൾ ചിക്കുവിന്റെ ഡിന്നർ പ്രിപ്പറേഷൻ ആണ് കാണാൻ പോകുന്നത്. സൈത്തായിട്ട് ഇവിടെ ഇല്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് റെസ്റ്റ് ആണെന്നൊന്നും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം ചിക്കുവാണ് ഇന്ന് ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അതൊക്കെ തന്നെ മൂപ്പര് തന്നെ പോവാണ്. ഇങ്ങനെ വല്ലപ്പോഴേ കയറാറുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കണം. ഇപ്പം ഇപ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറയായിട്ട് വന്നതാണ്. തന്നെത്താനെ ബ്രെഡൊക്കെ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. ബ്രെഡ് അവിടെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഒരു തക്കാളി, അതും അതേപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് 2 പച്ചമുളകും അതേപോലെ ചെറുതായിട്ട് നുറുക്കിയിടാണ്. ഇനി കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്. മല്ലിയില ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയുടെ മേലെയായി ഈ ഒരു മല്ലിയില. എന്നിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ഇച്ചിരി മാറിയിട്ടുണ്ട്, ഒരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇല എടുക്കാനായിട്ട്. കുഞ്ഞ് 2 തണ്ട് ഓക്കെ. അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മയോണൈസ് ആണ്. മയോണൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വീട്ടിലില്ലാത്തവരൊന്ന് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കുന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ചിക്കു കൈക്കണക്കിന് ഇടുകയാണ്. കൈ കൊണ്ട് കുഴക്കണം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറെ പേരുണ്ട് കൈ കൊണ്ട് കുഴക്കുന്ന ഇഷ്ടമില്ലാത്തത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കു കൈ കൊണ്ടേ കുഴക്കുള്ളൂ. കൈ കൊണ്ട് കുഴച്ചാലാ ടേസ്റ്റ് എന്നാ ചിക്കു പറയുന്നത്. അങ്ങനെ മിക്സ് ആവണമെങ്കിൽ ശരി, നല്ലോണം മിക്സ് ആവണമെങ്കിൽ അല്ലേ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇനി വളരെ കുറച്ച് മുളക് പൊടി, ഒരു 2 നുള്ള് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി അതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനി ഇതാ 2 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ലൈസിലേക്ക് കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കുകയാണ്. ഇനി അടുത്ത സ്ലൈസിൽ കുറച്ച് സോസാണ്, ടൊമാറ്റോ സോസാണ് തേച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസിൻ്റെ സ്ലൈസാണ്, അമൂലിൻ്റെ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ മോസറല്ല ചീസ് ഇട്ട് കൊടുത്താലും മതി. ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത സെറ്റും ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ 2 സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദോശക്കല്ലിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് തന്നെ ഒഴിക്കണം എന്നാണ് കേട്ടോ ചിക്കു പറഞ്ഞത്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെയ്യാണ് കുറേ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്നാണ് ചിക്കുവിൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല. അതിലേക്ക് ഒരു സെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റും വെച്ച് കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കുറഞ്ഞ തീയിലിരുന്ന് ആവട്ടെ, പെട്ടെന്ന് തന്നെ ആകും. അതാവുന്ന സമയത്ത് അടുത്ത സെറ്റും ഉണ്ടാക്കി വെക്കുകയാണേ. അപ്പം ആ സൈഡ് ഒന്ന് ആയിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിൽ വേണം ഇരിക്കാൻ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് നോക്കണം ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പുറ സൈഡിലാവുണ്ട്. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 ആയിട്ടുണ്ട്. അതങ്ങ് എടുക്കുകയാണ്. ഇനി അതുപോലെ അടുത്ത സെറ്റും ആയിട്ടുണ്ട്, അതും എടുക്കുക. അങ്ങനെ ഇതിൽ 5 സെറ്റാണ് കേട്ടോ ഈ ഒരു അളവുകളൊക്കെ എടുത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി ടേസ്റ്റ് നോക്കണം. ചിക്കുവിന്റെ സ്പെഷ്യൽ ഡിഷുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പം മിക്കവാറും ഞങ്ങൾ ഇവിടെ ടിവിയുടെ മുന്നിൽ തന്നെ ഇരുന്നിട്ടാട്ടോ കഴിക്കാം. പ്രത്യേകിച്ച് ഞങ്ങൾ 2 പേരും മാത്രമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇതിപ്പോൾ ഒരു ഫിലിം വെച്ചിരുന്ന് കണ്ട് കഴിക്കാൻ പോവാണ്. കാർവാനാണ് ഫിലിം. കഴിച്ചോ എന്നാ നീ പറ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. പറഞ്ഞോ, സൗണ്ട് കുറച്ച് അതിൻ്റെ എങ്ങനെയുണ്ട്? കൊള്ളാമോ? തന്നെ ഉണ്ടാക്കി തന്നെ കൊള്ളാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചെന്തോ കഴിക്കണം ആ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം കേട്ടോ. അധികം അഹങ്കരിക്കണ്ട, നിലത്ത് വെക്ക്.
ഹലോ എനിക്ക് തന്നെ ഇരുന്ന് തിന്നുവാ. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് കഴിഞ്ഞില്ലേ. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ശരിക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിരുന്ന് കഴിക്കട്ടെ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.